ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉന്നക്കായ റെഡിയാക്കുന്നത് നോക്കാം. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നല്ല വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കണം ചെമ്പിൽ. അപ്പോൾ അതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും അതിന് ആവി വരും. അപ്പോൾ നമുക്ക് ഈ 3 പഴവും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായിരിക്കും ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട് പഴം. അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നെയ്യിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യിലുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ആ പഴം ഒന്ന് തണുക്കട്ടെ. ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങ, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. ഇതിൻ്റെ ഒരു പകുതി പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ. ഉള്ളിൽ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇട്ടാൽ നല്ലതാണ്. അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പഴത്തിൻ്റെ തോലൊക്കെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ കറുത്ത പോർഷൻ നമുക്ക് ഒഴിവാക്കണം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒഴിവാക്കിയാൽ മതി. ഇങ്ങനെ ഒരു കത്തി വെച്ച് ചെയ്തു കൊടുക്കുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതേപോലെ ഇങ്ങനെ മാറ്റി എടുക്കുകയാണ്. ഉള്ളിലുള്ള ബ്ലാക്ക് ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഇത് മൊത്തം ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുന്ന പോലെ തന്നെ ഈ പഴവും നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തൊരു കട്ട പോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെയാണ് സ്മാഷ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് മൊത്തം സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് നെയ്യ് നമ്മളെ കയ്യിൽ 2 ഉള്ളം കയ്യിലും നമുക്ക് പുരട്ടാം. അതിന് ശേഷം ഇതിങ്ങനെ ഓരോരോ ബോളാക്കി എടുത്തതിന് ശേഷം ഈ പഴം ഓരോരോ ബോളാക്കി എടുക്കുക. നല്ല ചൂടാണ്, കുറച്ച് ചൂടേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മളെ കയ്യിൽ പരത്തി എടുക്കണം. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച് തേങ്ങ, പഞ്ചസാര, ഏലക്കയും കൂടെ ഇട്ടിട്ടുള്ള ആ മിക്സ് നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഉന്നക്കായ ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അതേപോലെ ഓവൽ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓവൽ ഷേപ്പായി കിട്ടും. ഈ ഇതിന് നമുക്ക് വല്ലാതെ പഴുത്ത പഴം എടുക്കാൻ പാടില്ല. ഏകദേശം ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ 2 സൈഡും ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്കിപ്പോൾ 5 ഉന്നക്കായയാണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ കോണാക്കിയിട്ട് ആക്കിയെടുക്കാം. 2 സൈഡിലും ഇങ്ങനെ ആക്കിയെടുക്കാം. എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്യാം. കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കൈ ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ നെയ്യ് തേക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല കയ്യിൽ. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ചെറിയ ഡ്രോപ്പ് പഴത്തിൻ്റെത് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാം ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഏകദേശം ഒരു സിമ്മിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റോളം എനിക്ക് എടുത്തു ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും ഇതേപോലെ മറച്ചിട്ട് കൊടുത്തിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത പഴം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്കിതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് ആയതിനു ശേഷം എടുത്ത് മാറ്റിയാൽ മതി. ഒന്ന് സൈഡിലേക്ക് ആക്കി ഇട്ട് കൊടുത്ത് നമുക്ക് മാറ്റണം.
അങ്ങനെ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഓരോന്നായിട്ട് ഞാനൊരു ടിഷ്യൂ വിരിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് വെക്കുന്നത്. കാരണം ടിഷ്യൂവിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ എക്സ്ട്രാ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ആ ടിഷ്യൂവിലായി നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ നല്ല ഉന്നക്കായ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ 5 ഉന്നക്കായയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വലുതാണ് ഞാൻ ഉണ്ടാക്കിയത്. വലുതായതുകൊണ്ടാണ് 5 പക്ഷെ നമ്മളിത് കുഞ്ഞു ഉന്നക്കായാണെങ്കിൽ നമുക്കൊരു 6-7 എന്തായാലും ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് തണിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തുടനെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചൂട് ലൈറ്റായിട്ടൊന്ന് പോയതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായയാണ്. ഇതേപോലെ ഒരു വല്ലാതെ പഴുക്കാത്ത പഴം എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. വല്ലാതെ പഴുത്ത പഴം എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പുള്ള പഴം.